ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ആലു പറാത്തയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ആലു പറാത്ത ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ അതിൻ്റെ ഫില്ലിങ്സിന് ആവശ്യമുള്ള പൊട്ടാറ്റോ ഒക്കെ ഞാൻ ഇവിടെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 3 വലിയ സൈസ് പൊട്ടാറ്റോ ചെറുതാക്കി കട്ട് ചെയ്ത് അതിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്കുള്ള വെജിറ്റബിൾസ് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കുഞ്ഞതാക്കിയിട്ട് അങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ആട്ടപ്പൊടി വെച്ചിട്ടാട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സവാളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. അതിന് വേണ്ടി ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല അധികം ഓവർ ആവരുത് കേട്ടോ. പിന്നെ ഞാൻ ആ പൊട്ടാറ്റോ വേവിച്ചതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിയിലേക്കുള്ള ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പൊട്ടാറ്റോ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കാതെ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്താലും മതി കേട്ടോ. ഞാനിത് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ബോൾസൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പത്തിരി പലകം ഇട്ടിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പൊട്ടാറ്റോയുടെ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഈ ഫില്ലിങ്സൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ പൊടിയൊന്നും ചേർക്കാതെയാണ് കേട്ടോ അങ്ങനെ പരത്തിയെടുത്തിട്ടുള്ളത്. നമ്മൾ പൊടി ഇട്ടിട്ട് സാധാ ചപ്പാത്തി പരത്തുന്ന പോലെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നെയ്യ് വെച്ചിട്ടാണ് കേട്ടോ ഈ ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. ആലു പൊറാത്ത നല്ല നെയ്യിൽ ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചൂട് കൊടുക്കുന്ന കറിയൊന്നും ആവശ്യമില്ല. നമുക്ക് ചായയുടെ കൂടെ ചൂട് കൊടുക്കുന്ന ഇത് മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നെയ്യൊക്കെ തൂവി കൊടുത്ത് 2 സൈഡും നല്ല രീതിയിലൊന്ന് കുക്കായി വന്നിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണിത്. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് പൊടി കുഴക്കുമ്പോൾ ആട്ടപ്പൊടി എടുത്തിട്ട് കുഴക്കുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാവും. കുറച്ച് ഓയിലും കൂടി ഓയിൽ അല്ലെങ്കിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ സാധാ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റും ഉണ്ടാവും ചപ്പാത്തിക്ക്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയാറുള്ളത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണുക കേട്ടോ. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം.